എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഓൾമോസ്റ്റ് ഒരു 80% ചോദ്യങ്ങളും ഒരു സ്പെസിഫിക് പേഴ്സൺ എങ്ങനെ തിരിച്ച് മാനിഫെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സിനെ എങ്ങനെ തിരിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് നമ്മളിലോട്ട് കൊണ്ടുവരാം എന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരാറുള്ളത്. യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, വാട്ടർ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ പല ടെക്നിക്സ് കാണിച്ചിട്ട് പറയും ആ ഒരു കാര്യം ചെയ്ത ആൾ ഇങ്ങോട്ട് തിരിച്ചു ഓടി വരും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ഈ ഒരു വീഡിയോയിൽ ഞാൻ കൺവേ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നമ്മളെ ഗ്രേറ്റസ്റ്റ് ടീച്ചേഴ്സ് ആയിട്ടുള്ള അബ്രഹാം ഹിക്സ്, അതേപോലെ തന്നെ നെവിലെ ഗോഡാർഡ്, ഇവരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് എന്താണ് പറഞ്ഞു തന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കൺവേ ചെയ്ത് തരാൻ എന്നാണ് എൻ്റെ ഉദ്ദേശം. ഓൾസോ ഈ ഒരു വീഡിയോ കണ്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും ഈ ഒരു കാര്യം നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ പോസിബിൾ ആണോ അതോ എന്തൊക്കെയാണ് ശരിക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് ക്ലിയർ ആക്കി തരാം. ഹലോ എവ്രി വൺ, മൈ നെയിം ഈസ് അനാഷ്. മാനിഫെസ്റ്റേഷനിൽ കൂടുതലും യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ വിഷ്വലൈസേഷൻ. ആ ഒരാളൊപ്പം കൂടുതൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അഫർമേഷൻ. ആ ഒരാൾ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ അഫർം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഡ്രീം ജേർണൽ, ആ ഒരു റിലേഷൻ എന്താണോ അത് ജേർണൽ ചെയ്യുന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ശരിക്കുള്ള നമ്മളുടെ ആ ഒരു ഗ്രേറ്റസ്റ്റ് ടീച്ചേഴ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നെവിലെ കൂടുതലും പറയുന്ന ഒരു കാര്യമാണ് ലീവിങ് ഇൻ ദ എൻഡ് എന്നുള്ളത്. എന്ന് വെച്ചാൽ ആ ഒരാളൊപ്പം നടക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീലിംഗ്, ആ ഒരു ക്ലോസ്നെസ്, ആ ഒരു ജോയ്, ഒരു നല്ലൊരു ഹെൽത്തി റിലേഷൻ ലീഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീലിങ്ങും കാര്യങ്ങളുമാണ് നമുക്ക് ആ ഒരു മൊമെന്റിൽ കൊണ്ടുവരേണ്ടത്. അല്ലാണ്ട് ആ ഒരു കാര്യം എങ്ങനെ നടക്കും, അല്ലെങ്കിൽ അത് നടക്കൂലേ എന്നൊക്കെ ആലോചിച്ചിട്ട് ആ ഒരാളെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങോട്ട് മെസ്സേജ് അയപ്പിക്കണം എന്നുള്ള കാര്യം ആലോചിച്ച് നടന്നിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ വെൻ യു ഫോഴ്സ് യുവർ ഡിസയർ ഓൺ എ സ്പെസിഫിക് പേഴ്സൺ, നിങ്ങൾ ആ ഒരു ലീവിങ് ഇൻ ദ എൻഡ് സിറ്റുവേഷൻ അല്ല നിങ്ങൾ ആക്ച്വലി ആ ഒരു ടൈമിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, യു ആർ ആക്ച്വലി ഗോണ ഗെറ്റ് സ്റ്റക്ക് ഇൻ ദ മിഡിൽ. അതുകൊണ്ട് ഇഫ് യു റിയലി വോണ്ട് സമൺ ടു ലവ് യു, ആ ഒരാൾ എങ്ങനെ മെസ്സേജ് അയക്കും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അയപ്പിക്കണം എന്ന് ആലോചിക്കുന്നതിനപ്പുറം ആ ഒരാളൊപ്പം നല്ലൊരു ഹെൽത്തി റിലേഷൻ ലീഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ജോയ്, ഹാപ്പിനെസ്, ആ ഒരു മൊമെന്റ്സും കാര്യങ്ങളും ശരിക്കും നടക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീലിംഗ് ആ ഒരു പ്രസന്റ് മൊമെന്റിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അബ്രഹാം ഹിക്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, യു ക്യാൻ അട്രാക്ട് എനിത്തിങ് യു വാണ്ട് ബട്ട് യു കാൻ കൺട്രോൾ സമൺസ് വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരാൾ അലൈൻഡ് അല്ലാത്ത ആ ഒരു വൈബ്രേഷൻ എന്താണോ അതിലോട്ട് നമുക്ക് ഫോഴ്സ്ഫുള്ളി കൊണ്ടുവന്നിട്ട് അലൈൻ ചെയ്ത് വരാൻ പറ്റില്ല. നമ്മളുടെ ആ ഒരു അലൈൻമെൻറ്റും ആളുകളും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫോഴ്സ്ഫുള്ളി ആളെ നമ്മൾ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് വിചാരിച്ചിട്ട് ആ ഒരു രീതിയിൽ അലൈൻ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മളുടെ വൈബ്രേഷനായിട്ട് മാച്ച് ആവാത്ത ഒരാളെ ഫോഴ്സ്ഫുള്ളി നമ്മളിലോട്ട് അലൈൻ ചെയ്തെടുക്കാൻ നോക്കുമ്പോൾ യു ആർ ആക്ച്വലി ക്രിയേറ്റിംഗ് എ റെസിസ്റ്റൻസ് ഓവർ ദർ. നിങ്ങളുടെ ഓരോ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ബിക്കോസ് ആ ഒരു ഡോർ ക്ലോസ് ചെയ്യുമ്പോഴാണ് വേറൊരു ഡോർ തുറക്കൽ. അപ്പോൾ നിങ്ങൾ ഈ പൂട്ടിയ ഡോർമിന്റെ ഹാൻഡിലും പിടിച്ചിങ്ങനെ ഇളക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പുറത്തോട്ടും പോകില്ല ഇപ്പുറത്തോട്ടും പോകില്ല. ഇനിയിപ്പോൾ അഥവാ ആ ഒരാൾ വന്നാൽ തന്നെ ദാറ്റ് ഡസൻറ്റ് മീൻ ദ പ്രോബ്ലംസ് ആർ ഗോയിങ് ടു ഒക്കർ. ബിക്കോസ് എൻ്റെ അടുത്ത് വരുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ലൈക്ക് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത ഒരാളെ കിട്ടിയിട്ട് പോലും ഇവൻച്വലി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ട്. ബിക്കോസ് നിങ്ങൾ ബേസിക്കലി ആ ഒരാളുടെ ഫ്രീ വില് നിങ്ങൾ ആക്ച്വലി ഓവർ റൈഡ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ പ്രോബ്ലംസ് ക്യാൻ ഒക്കർ ഇൻ ദ ഫ്യൂച്ചർ. ബിക്കോസ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ശരിക്കും ഒരാൾക്ക് വരണം എന്തുണ്ടെങ്കിൽ വന്നാൽ പോരെ, എന്തിനാ അവിടെ പോയിട്ട് ആളിങ്ങനെ വലിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ബട്ട് ദർ ആർ ആക്ച്വലി ഫ്യൂ ഹെൽത്തി വേസ് ഇൻ വിച്ച് യു ക്യാൻ മാനിഫെസ്റ്റ് എ ഗുഡ് റിലേഷൻ. ശരിയായിട്ടുള്ള കറക്റ്റായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല. പക്ഷെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ട് പ്രോപ്പർ ശരിക്കുള്ള നല്ല രീതിക്ക് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആളെ കിട്ടുമെന്നുള്ളതാണ്. സോ ദ ഫസ്റ്റ് തിങ് ഈസ് ലീവിങ് ഇൻ ദി എൻഡ്. ആൾ ഇങ്ങോട്ട് എങ്ങനെയെങ്കിലും ടെക്സ്റ്റ് ആക്കണം എന്നുള്ളതല്ല വിഷ്വലൈസ് ചെയ്യേണ്ടത്. ആ ഒരാളൊപ്പം നല്ലൊരു ഹെൽത്തി റിലേഷൻ ലീഡ് ചെയ്യുന്ന കാര്യങ്ങൾ വേണം ശരിക്കും വിഷ്വലൈസ് ചെയ്യാൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് റേസിങ് യുവർ വൈബ്രേഷൻ. ബിക്കോസ് ദ മോർ യു ഫീൽ ഗുഡ് ദ ബെറ്റർ തിങ്സ് യു അട്രാക്ട് ടു യുവർ സെൽഫ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് ഫോക്കസിങ് ഓൺ ദ ക്വാളിറ്റി ആൻഡ് നോട്ട് ദ നെയിം. നിങ്ങൾക്ക് ആ ഒരാളെ തന്നെ വേണം എന്നുള്ളതല്ല നിങ്ങളവിടെ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ വിചാരിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടാവും, എന്തൊക്കെ രീതിയിലുള്ള ഒരാളാവണം എന്നുള്ള കാര്യത്തിൽ വേണം നിങ്ങൾ ശ്രദ്ധിക്കാൻ. ബിക്കോസ് ദ യൂണിവേഴ്സ് ഹാസ് എ മില്യൺസ് ഓഫ് വേസ് ടു ബ്രിങ് ദോസ് തിങ്സ് ടു യു. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ചിങ് ഫ്രം ദി ഔട്ട്കം. നമുക്ക് ആ ഒരാളെ തന്നെ വേണം എന്നുള്ളതല്ല നമുക്ക് വേണ്ടത്. ബിക്കോസ് യു ഷുഡ് നോ ദാറ്റ് ലവ് ഈസ് യുവേഴ്സ് ആൻഡ് ഇറ്റ് വിൽ കം ടു യു ഇൻ ദ റൈറ്റ് ഫോം. ആ ഒരു വിശ്വാസം വേണം, ആ ഒരു ഡിറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് ശരിക്കും വേണം. എന്നാൽ മാത്രമാണ് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ നിങ്ങളിലോട്ട് ഫ്ലോ ചെയ്യുള്ളൂ. സോ ബേസിക്കലി യു ക്യാൻ അട്രാക്ട് ലവ്, അതേപോലെ തന്നെ യു ക്യാൻ ഓൾസോ അട്രാക്ട് റിലേഷൻ എന്നും പറഞ്ഞ് മറ്റൊരാളുടെ ഫ്രീ വിൽ ഓവർ റൈഡ് ചെയ്തിട്ടല്ല നമ്മൾ ആ ഒരു കാര്യം നടത്തേണ്ടത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് increase your vibration and align yourself with all those good qualities. because നമ്മൾ എന്താണോ അതാണ് നമ്മൾ അട്രാക്ട് ചെയ്യുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫോക്കസ് ഓൺ യുവർ സെൽഫ്. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിത് ഇങ്ങനെ കിട്ടണം എന്ന് വിചാരിക്കേണ്ട ഒരു കാര്യമല്ല. അതേപോലെ തന്നെയാണ് ഈ ഒരു ലവ് എന്ന് പറയുന്ന കാര്യം.
ഇറ്റ്സ് സംതിങ് ദാറ്റ് ഷുഡ് കം ഈസിലി ടു യു. അത് നമ്മളോട് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്ത് വരേണ്ടതാണ്. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് യു ഷുഡ് ചെയ്ത്. ഞാനിപ്പോൾ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഞാനായിട്ട് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഈ ഗ്രേറ്റസ്റ്റ് ടീച്ചേഴ്സ് ആയിട്ടുള്ള ഈ നെവിൽ ഗോർഡൻ ആയിക്കോട്ടെ, അബ്രഹാം ഹിക്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ എന്താണോ പറഞ്ഞത് ആ ഒരു കാര്യം നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കൺവേ ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് ഉണ്ടായുള്ളൂ. ബിക്കോസ് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഇഷ്ടംപോലെ ടെക്നിക്സ് ഞാൻ കണ്ടു. 369, 999 എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ വാട്ടർ മാനിഫെസ്റ്റേഷൻ, അങ്ങനെ കുറേ ടെക്നിക്സ് ഉണ്ട്. ഇങ്ങനത്തെ ഓരോ വീഡിയോ കണ്ട് ചിലപ്പോൾ നിങ്ങൾ മിസ്ലീഡ് ചെയ്ത് നിങ്ങളുടെ ടൈമും കാര്യങ്ങളൊക്കെ കളയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു പ്രോപ്പറായിട്ട് അവരെന്താണോ പറഞ്ഞു തന്നത് അതേപോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. Hope you guys actually enjoyed watching this video. Make sure you guys like, comment and subscribe. അതുകൊണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. Until then, bye.